ഇവറ്റകൾക്ക് കാലത്തൊന്നും കൊടുത്തില്ലയോ? കിടന്ന് കൊത്തി പറിക്കുന്നല്ലോ. തല തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. മുറ്റത്ത് കിടന്ന് കവാത്ത് കളിക്കാണ്ട് വെള്ളത്തിലാട്ടിറങ്ങി വല്ലതും കൊത്തിപ്പറക്കി തിന്നു വിചാരിക്കളെ. പീറ്റപ്പനല്ല അവന്റെ അപ്പൻ അവക്ക് വില പറയാറായിട്ടില്ല. എനിക്ക് മക്കള് 2 അല്ല 3. ഇതെന്റെ മൂത്ത മോള ജലറാണി. ഇവക്ക് താഴെയാ തൊമ്മിച്ചനും സോഫിയായും. സ്വർണം തരാമെന്ന് പറഞ്ഞാ എവളെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അപ്പളേ വിത്താരം പറഞ്ഞോണ്ട് നിക്കാണ്. അല്ലേ നമ്മുടെ പീറ്റപ്പൻ മുതലാളുടെ മനസ്സിലിരിപ്പ് കേട്ടില്ലോടെ. കടം മേടിച്ച കാശ് ഞാൻ പലിശയും കൂട്ടി അങ്ങ് തിരിച്ചു കൊടുക്കും. അല്ലാതെ എന്നെ റാണിമോടെ മേലെ കണ്ണു വെച്ചാലുണ്ടല്ലോ ആ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ. കടലിൽ പോകാണ്ട് മോളെ കെട്ടി പിടിച്ചാണ്ട് ഇവിടെ ഇരുന്നോ. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. കാലത്ത് മുതൽ ഞാൻ പറയണതല്ലേ ഒന്ന് പോയി നോക്കാൻ. എനിക്കെന്തോ ഒരു വന്തികേട് മണക്കണുണ്ട്. എന്നും പോണ പോലല്ല ഇന്നലത്തെ അവന്റെ പോക്ക്. ഇയാൾ ഷട്ടിങ് ആശാനെ സംഗതി ആകെ ഡേഞ്ചർ ആയിക്കണ്. എന്തോടെ? തൊമ്മിക്കുഞ്ഞാ പൊട്ടിപ്പെണ്ണേം കുട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി നിൽക്കാൻ ആ പൈലി മുതലാളി അലോശിയും കൂടി സാക്ഷി നിട്ടെല്ലാം നടത്തിക്കൊടുത്തേന്ന്. നമ്മുടെ ചമ്പപ്പറമ്പിന്റെ അടുത്ത് പൈലിയുടെ ഒരു ഫീലിംഗ് ഷെട്ട് ഒഴിഞ്ഞിടപ്പല്ലയോ. കെട്ടും കഴിഞ്ഞ് 2 ആളെ അതേലോട്ട് കുടികയറ്റി താമസിപ്പിച്ചിരിക്കുക. ഞാൻ എന്തൊക്കെയാണ് ഈ കേക്കണത്? ഞാൻ അന്നേരെ പറഞ്ഞല്ലേ സംഗതി വിഷയാണെന്ന്. ആ കാർത്തിയായനി കൈവശം കൊടുത്തതാണെന്നാണ് തുറയിലുള്ളവരെല്ലാരും പറയുന്നത്. അവനെ ഞാൻ കൊണ്ടുവരാം. ഏത് കൈവശം ഉണ്ടെങ്കിലും ഞാൻ തുപ്പിക്കും. അതിക്രമം ഒന്നും കാണിക്കരുത് കേട്ടോ. എന്തുവാ കാണാൻ നിക്കണത്? ഇവിടെ എന്തരെ കൂത്ത് കിടക്കണ? എല്ലാരും പോയിന്. അത് പറയാ നീയാരുടെ പോലീസ് മന്ത്രിയാ? തള്ള ഏതാ? ഞാൻ ഈ ചട്ടികളാറ് മണ്ണി പറഞ്ഞവള് തന്നെ. കാളിത്തളയെ ഓട്ടിക്കാനും മാത്രം നീ വളർന്നില്ല കേട്ടാ. ശോഭിച്ച് ചാമ്പലാക്കി കളയും ഞാനും. ശമിക്കട്ടാ. നിങ്ങളോടല്ലേ പറഞ്ഞത് പോകാന്? ആ മതി മതി, എല്ലാരും പോയി. പോയിരടേ ഈശ്വര. നിനക്കെന്താ അവിടെ കാര്യം? എന്തുവാ കാര്യം? അത് കൊള്ളാം. എന്റെ തൊമ്മിച്ച ഇവളെ കെട്ടിച്ചു തരണോന്ന് പറഞ്ഞിരുന്നേ ഞാൻ നടത്തി തരുമായിരുന്നല്ലേ. അതിനിങ്ങനെ ചതിച്ച് തട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചതിയാ? ഓ, എന്റെ പെണ്ണിനെ കാണാതെ ഇന്നലെ മുഴുവൻ ഞാൻ തിരക്കി നടക്കാത്ത സ്ഥലമേതുമില്ല, അറിയാവാ? പിന്നെ കാര്യം പറയാതെ വളവള ചലച്ചോണ്ടല്ലേ. ഞാനതെല്ലാം ചതിച്ചിട്ടില്ല, തട്ടിക്കൊണ്ട് പോന്നിട്ടില്ല. പിന്നെ എന്റെ കൊച്ചി ഇതിനകത്ത് എങ്ങനെ വന്ന്? നിന്റെ വച്ചോ ദേ അധികം വിത്തരിക്കല്ലേ. നീയോ നിന്റെ കെട്ടിയോ സ്വന്തം ബന്ധം പറഞ്ഞ ഇത് കണ്ടാവണ്ടല്ലേ. നിന്നോടാ പറഞ്ഞു കിടക്കാൻ. എവിടെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ വരാം. എന്റെ ഭാര്യ എന്നെ എന്ത് വേണേ പറഞ്ഞു. പക്ഷെ അവളെ പറഞ്ഞ നീ എന്തോ വിടവനെ. യവനെ എന്തിനാ തല്ലുന്നേ? യവൻ എന്ത് തെറ്റ് ചെയ്തു? വൈലി, നീയും കൂടെ ചേർന്നോണ്ട് കടുങ്കൈ ചെയ്തല്ലേ. കടുങ്കൈ? എന്ത് കടുങ്കൈ? യവനൊരാണല്ലയോ, യവള് പ്രായം തികഞ്ഞൊരു പെണ്ണ്. അവര് തമ്മിൽ ഇഷ്ടവുമാണ്. അപ്പൊ പിന്നെ ഒരുമിച്ച് ചേർത്തതിൽ എന്തുവാ തെറ്റ്? യവൻ തുണ കൊടുത്തതൊരു മിണ്ടാപ്രാണിക്കല്ലയോ. എന്റെ മോനും നിന്റെ മോളും തമ്മിൽ ഇഷ്ടമാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോ ഞാനെതിര് വല്ലതും പറഞ്ഞ? പള്ളിയിലച്ഛന്റെയും തുറക്കാരുടെയും മുമ്പിൽ വെച്ച് കല്യാണം ഉറപ്പിക്കല്ലേ ഇത്? ഇതിലെന്തുവാടി? ജാതിയും മതവും അതൊക്കെ മനുഷ്യന്മാര് വേർകൂർതിരിക്കണതല്ലയോ. ദൈവത്തിന്റെ മുമ്പിൽ ആകപ്പാടെ 2 ജാതിയുള്ളൂ, ആൺജാതിയും പെൺജാതി. വെറുതെ തല്ലും ബഹളം ഉണ്ടാക്കാതെ തലയിൽ കൈവച്ച അനുഗ്രഹിച്ചും പോ പാപ്പച്ച. മോള് വേണ്ടേ ഇങ്ങോട്ട് നീങ്ങി നിന്നു. അപ്പച്ചനൊന്ന് അനുഗ്രഹിക്കട്ടെ. പാപ്പച്ചാടേ വേണ്ട, അങ്ങനെ അനുഗ്രഹിക്കാൻ ഞാൻ മിശിയാതമ്പരാനൊന്നും അല്ല, പച്ച മനുഷ്യനാ. ഡേ, എന്റെ ചങ്കാ നീ പറിച്ചെടുത്തിരിക്കുന്നേ. അധികകാലം നീ ഇവനോട് പുറക്കാന്ന് വിചാരിക്കണ്ട. ചാവിട്ടിക്കൊന്ന് ഞാൻ കടലിൽ തള്ളിക്കളയും. പട്ടാളം പാപ്പച്ചനാ പറഞ്ഞേ. ചെവിയെന്ന് വിളിക്കോ വടേ. കാലത്തോളായ സ്ഥിതിക്ക് അപ്പനും മോനും കൂടി തമ്മി തല്ലി നാട്ടുകാർക്ക് കാഴ്ച കാണാനുള്ള അവസരം ഉണ്ടാക്കണോ? മാനവും മര്യാദയായിട്ട് ഈ പെങ്കൊച്ചിനെ ഇറക്കി വിടണ്ടേ പാപ്പച്ച? ഇനി എന്ത് മാനമാച്ചോ? അങ്ങനെ അങ്ങോട്ട് നിരാശപ്പെടണ്ട. ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇത്. ഇനിയിപ്പോ എന്താണോ ചെയ്യേണ്ടത്? ആ പെണ്ണിനെ മാമോദിസം മുക്കി പള്ളി അറിഞ്ഞ് കെട്ടി നടത്തുക, അത് തന്നെ.
ഒരു കാര്യം ചെയ്യാം. അടുത്ത മാസാദ്യ ഞായറാഴ്ച ഉണ്ണിമിശിഹായുടെ തിരുനാളിന് കൊടി കയറുകയാണ്. തിരുനാൾ കഴിഞ്ഞിട്ടാവാം. എന്താ എന്താ കുന്തം വിഴുങ്ങിയ മാതിരി നിക്കണത്? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലയോ? അച്ഛൻ തന്നെ അവനെ കണ്ടങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറയാം, പക്ഷെ അതിനേക്കാളും മുമ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ട് സംസാരിക്കണം. എന്തിനാ മടിക്കണേ? അപ്പനും മോനും അല്ലേ? ദേ, ഇക്കാര്യത്തിൽ ഞാൻ പൈലിയുടെ കൂടെയാ. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും പൊറുക്കാനും ക്ഷമിക്കാനും തെറ്റ് കണ്ടാ തിരുത്താനും അയാളെ കണ്ടുപഠിക്കണം. തെറ്റാർക്കും പറ്റാം, പക്ഷേ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവുന്നവനാണ് മനുഷ്യൻ. പറയാച്ചോ, ഞങ്ങ അവനോട് പറയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എനിക്കൊരു വീട് വെഞ്ചിരിപ്പിന് പോണം. തൊമ്മിക്കുഞ്ഞിന്റെ തന്തിയും തല്ലിയല്ലയോ? നേരെ നോക്കി നടക്കണേ, വല്ല കുഴിയിലും വീഴും. എന്നിട്ട് അമ്മച്ചൊന്നും ചോദിച്ചില്ലേ? അവർക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് കാളിത്തള്ളക്ക് എങ്ങനെ മനസ്സിലായി? അത് കൊള്ളാം. മുഖം കണ്ടറിയത്തില്ലയോ? അനിയത്തി സോഫിയോ കൈവീശി കാണിച്ചു. അപ്പച്ചൻ അപ്പച്ചൻ നിന്നോടൊന്നും ചോദിച്ചില്ലേ? ആ, അതിന്റെ മോഹത്തെ എപ്പോഴും അങ്ങനെ ഇരിക്കത്തുള്ളൂ. മുത്തച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഈ കറിവൊക്കെ അങ്ങ് മാറത്തില്ലയോ? ഈശ്വര, ഇതെന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കണത്? ഒന്നുമില്ലടേ. മറ്റന്നാ ഉണ്ണിമിശികയുടെ തിരുനാളിന് കൊടിയേറുകയാണ്. ദാ, അച്ഛൻ പറഞ്ഞതൊക്കെ മറന്ന? എന്ത്? തൊമ്മിക്കുഞ്ഞിനെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയെന്നറിയാവാ? ആ, പറയാം. എപ്പാ? അന്ത്യാവട്ടെ. ഇനി എന്തിനാണ് അന്ത്യാക്കണതെന്ന്? ഏതായാലും കെട്ടു നിർത്താമെന്ന് തീരുമാനിച്ചു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കണതെന്ന്? ഉള്ള നേരത്തെ കെട്ടു നടത്തിയില്ലെങ്കിൽ പിന്നെ തള്ളയുടെയും പുള്ളയുടെയും മാമോദിസ ഒന്നിച്ച് നടത്തേണ്ടി വരും കേട്ടാ. ഇയാളൊന്ന് വായടക്കണേ. ഓ, എന്റെ വായടക്കാനാണ് ഇപ്പൊ തിരക്കായത്. ഞാൻ പോണേണ് എന്റെ പൊന്നെ. അല്ല പിന്നെ കടലെന്ന് പറഞ്ഞാൽ ആരുടെയും തറവാട്ട് വക സ്വത്തൊന്നും അല്ലടേ. ആർക്കും എവിടെയും പോയി മീൻ പിടിക്കാം. എന്നാലും ബോട്ടുകാരെ പോലെ അല്ലല്ലോ വള്ളക്കാര്. ഈ കർക്കിടകമുള്ള തീരം ചേർത്ത് ബോട്ട് പിടിക്കുന്ന കഷ്ടമല്ലയോ? വേണ്ടേ, ഇയാൾ അപ്പം പഠിപ്പിച്ച ആദർശം തത്വമൊക്കെ നോക്കിയാലുണ്ടല്ലേ നിന്ന് പിഴയ്ക്കാൻ പറ്റത്തില്ല. എന്നും ഇങ്ങനെ ഉണ്ടും തിന്ന് മുണ്ടും കീറി നടന്നാ മതിയോടെ. വേണ്ടേ, ഇയാളിപ്പോ പഴയത് ഒമ്പിച്ചതല്ല, ഒരു പെണ്ണിനെ പോറ്റേണ്ടവനാ. 10 കാശുണ്ടാക്കി സ്വന്തമായിട്ടൊരു ബോട്ടൊക്കെ വാങ്ങണ്ടായോ? ആ, പിന്നെ ഇയാൾ വീട്ടിലേക്കാണോ? അല്ല, സിറ്റി വരെ ഒന്ന് പോണം. ഒരു ഫോട്ടോ ചില്ലിടാൻ കൊടുത്തിട്ടുണ്ട്. ആ, എന്നാ വാ, പോണ വഴിക്ക് ഇറങ്ങാം. വേണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. ആ, അതെന്തുവാടെ ഇയാൾ അങ്ങനെ പറഞ്ഞത്? ഇയാളെ പണിക്കാരനായിട്ടൊന്നുമില്ല ഞാൻ കണ്ടേക്കണം. എന്റെ സണ്ണിക്കുട്ടിയെ പോലെ തന്നെ. ഇയാളെ ചുമ്മാ കേറടേ. ഈശ്വര, കാലത്തല്ലേ എങ്ങനുണ്ട്? നല്ല 10ാം ക്ലാസ് ആയിട്ടുണ്ട്. പരമശിവനും പാർവതിയും കൂടി ഇരിക്കണ പോലെ തന്നെ. കഴുത്തേൽ ഒരു മാലയും കൂടെ വേണമായിരുന്നു. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അതിനെന്തര്, ഇനി വേണേ പോട്ടം പിടിക്കാല്. അത് ശരിയാ. ഞാൻ കടലിൽ പോയിട്ട് വരുമ്പോ സിറ്റി പോയിട്ട് വീണ്ടും ഒന്നും എടുക്കാം. മോൻ പോയിട്ട് ഇനി എപ്പം വരണത്? ആ, 3-4 ദിവസത്തേക്കുള്ള പണിയാ. പുതുപുത്തൻ ബോട്ടല്ലയോ, പുറം കടലിൽ ചെന്ന അവൻ കപ്പല് പോലെ പോകും. മോനെ, എനിക്കൊരു 25 രൂപ വേണമായിരുന്നു. കരുനാഗപ്പള്ളി വരെ ഒന്ന് പോണം. മൂത്ത മോക്കടങ്ങ് അവിടെ ഇടയ കൊച്ചിന് ചരട് കെട്ട്. അപ്പൊ ഇന്നാളെ ഏത് കൊച്ചിന്റെ ചരട് കെട്ടായത്? രണ്ടാമത്തോളുടെ മീനാക്ഷിയുടെ. പഞ്ചമി, ഒരു 25 രൂപ കൊടുത്തരെ. ആ, അപ്പൊ ഞാൻ ഇറങ്ങാം. അതൊക്കെ നീ അങ്ങ് മടങ്ങി വെച്ചാ മതി. ഓ,
ഭഗവാനേ, ഈശ്വര കാത്തുരക്ഷിക്കണേ. ഈ തൊമ്മിക്കുഞ്ഞുമോനെ കാറ്റിലും ഗോളിലും പെടുത്താതെ കരയ്ക്ക് തിരിച്ചു കൊണ്ടെത്തരണേ. കടക്കലെ മുത്തപ്പ, ശക്തികുളങ്ങര ധർമ്മശാസ്താവേ, എന്റെ ഓച്ചിറ പരബ്രഹ്മമേ, മണ്ണാർശാലേ നാഗരാജാവേ, വൈറ്റിക്കണ്യായിരിക്കുന്ന പഞ്ചമി കുഞ്ഞിനൊരു ഓമന കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭഗവാനേ. ഓ മതി 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 25 രൂപയ്ക്കുള്ളതായി. ഈശ്വര ഈശ്വര അപ്പൊ കാലത്തല്ലേ ഞാൻ ഇറങ്ങാ. വാ എവള് വയറ്റിക്കണിയാന്ന് ഉറപ്പാന്നോ? മോൻ പോയാച്ചും വരി, അപ്പൊ ഞാൻ ഉറപ്പിച്ച് പറയാം. ആ പിന്നെ കരുനാപ്പള്ളിലും ഓച്ചിറയിലൊക്കെ കറങ്ങാണെന്ന് എവളെവിടെ ഒറ്റക്കായി കളയല്ലേ. വാ ആ. എവിടെ പോയിരുന്നാലും എന്റെ ഉയിര് ഇവിടെ തന്നെ ഉള്ളത്. ഓ ഉം. ഓട്ടാ മോളെ പേടിക്കണ്ട. അപ്പച്ചൻ വഴക്കിനൊന്നും വന്നല്ല. അവൻ കടലിൽ പോയില്ലയോ? പെട്ടെന്ന് വന്ന ദേഷ്യം കൊണ്ടെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. കരുതിക്കൂട്ടിയല്ല, സങ്കടം കൊണ്ടാ. മോള് പൊറുക്കണം. ആരും പോലും ഇല്ല ഇങ്ങനെ ജീവിക്കണ കണ്ടിട്ട് ചങ്ക് പടയ്ക്കുക, കരയെ പിടിച്ചിട്ട മീനെ പോലെ. പള്ളി എറിഞ്ഞ് നിങ്ങളുടെ കെട്ട് നടത്തി വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്നാ വിചാരിക്കുന്നത്. അത് പറയാനാ വന്നേ. അവൻ വരുമ്പോ പറഞ്ഞേരെ. നാളെ കഴിഞ്ഞ് എടവപ്പള്ളി പെരുന്നാളിന് കൊടിയേറുക. പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ആഴ്ച നിങ്ങളെ കെട്ട് കല്യാണം. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നേ. കരയണ്ട. കാലമ്മയോട് പ്രാർത്ഥിക്കാം.